അപ്പോൾ വൈകുന്നേരം ചായക്കും ഇഫ്താറിനും പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇതിൽക്ക് വേണ്ടി ചിക്കൻ്റെ ഒരു നല്ലൊരു ഫില്ലിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അതിന് ആദ്യം ഓയിൽ ചൂടായി വരുമ്പോൾ ഒരു ഉള്ളി ചെറുതായി കട്ടാക്കിയത് ഇട്ട് കൊടുക്കുക. അത് വാടി വരുമ്പോൾ ചെറിയൊരു പീസ് ക്യാപ്സിക്കം ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച ചിക്കനും ഷ്രെഡ് ചെയ്തതും ഇട്ട് കൊടുത്തിട്ട് പിന്നെ മിക്സാക്കി എടുക്കാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് പെപ്പർ പൗഡറും ഒരു പിഞ്ച് ഗരം മസാല ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. പിന്നെ 2 സ്പൂണ് ഫ്രഷ് ക്രീമും ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കാം. എല്ലാം ഒന്ന് മിക്സായി വരുമ്പോൾ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് പിന്നെയും മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ ഫില്ലിങ്സ് മാറ്റി വെക്കാം. പിന്നെ പഫ്സിൻ്റെ ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ 2ആയി കട്ടാക്കി എടുക്കാം. എന്നിട്ട് മസാല കുറച്ചായിട്ട് ഒരു എൻഡിൽ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ വെച്ചുകൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് വേണമെങ്കിൽ മാത്രം ചീസ് സ്ലൈസും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് എയർ ഫ്രയറിൽ വെച്ചുകൊടുക്കാം. വെക്കുന്നതിന് മുന്നേ താഴടിയിലായിട്ട് ബട്ടർ പേപ്പർ എന്തെങ്കിലും വെച്ചുകൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കാം. മുകളിൽ വേണമെങ്കിൽ വെളുത്തുള്ള അല്ലെങ്കിൽ കറുത്തുള്ള എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. എന്നിട്ട് 200 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ്സ് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് മിനി പഫ് ബൈറ്റ്സ് എല്ലാവരും ഉണ്ടാക്കി നോക്കാം. മസ്റ്റ് ട്രൈ റെസിപ്പി തന്നെയാണ്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അതുമല്ല ഇത് ചെറുതായിട്ടുള്ളത് കൊണ്ട് നമുക്ക് മടുപ്പും വരില്ല കഴിക്കുമ്പോൾ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക്